കഴിഞ്ഞ ദിവസം വിഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ പൂർണ്ണ സജ്ജമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ അവിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു വളരെ ഗംഭീര പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായത് കഴിഞ്ഞ 10 വർഷം ഈ പിണറായി സർക്കാർ നമ്മളെ ശരിക്കും പിറകോട്ടടിക്കുകയായിരുന്നു ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ. എത്രായിരം കോടി രൂപ നമുക്ക് ലഭിക്കേണ്ടതാണ്. ഈ എന്താണ് വ്യാജ വിപ്ലവകാരികൾ ഓരോരോ തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയതും അതുകൂടാതെ ഇടയ്ക്ക് അവരെല്ലാം കൂടെ കുടുംബത്തോടുകൂടി ആ ഡയറക്ടർ ബോർഡ് റൂമിലൊക്കെ പോയിരിക്കുന്ന നമ്മൾ കണ്ടാണ്. പിണറായും കുടുംബവും കൂടെ പോയിരുന്നതൊക്കെ കണ്ടാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഏതായാലും വി ഡി സതീശൻ വന്നതിന് ശേഷമാണ് അദ്ദേഹം അത് അക്കാര്യത്തിലൊരു വളരെ ശക്തമായ നിലപാടെടുക്കുകയും പണം അനുവദിക്കുകയൊക്കെ ചെയ്ത് വളരെ ഭംഗിയായി അത് കൊണ്ടുപോവുകയും വലിയ താമസമില്ലാതെ തന്നെ റെയിൽവേ ലൈനും അതുപോലെ പിന്നെ എന്താണ് ഹൈവേ എല്ലാം ശരിയാവുന്നതോടുകൂടി വലിയ തോതിലുള്ള ഒരു നേട്ടം തിരുവനന്തപുരം നഗരത്തിനും കേരളത്തിനുമൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ രസകരമായ കാര്യം, എന്തിലും കുറ്റം കണ്ടെത്തുന്ന അന്തം കമ്മികൾ ഇന്നലെ വി ഡി സതീശൻ നടത്തിയൊരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇപ്പം തമാശയായി ഇറങ്ങിയിരിക്കുകയാണ്. അതെ, ആ തമാശയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ ഒരു നാടൻ പ്രയോഗം ഉണ്ടല്ലോ, പൊട്ടക്കിണറ്റിലെ തവളകൾ എന്ന് ഒരു പ്രയോഗം. അതായത് നമ്മുടെ ചുറ്റും കാണുന്ന മാത്രമാണ് സംഭവം, അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന. എന്താണ് തമാശ എന്ന് പറയാം. അതെ, അതായത് ആ തമാശ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കയറ്റി അയക്കുന്ന വസ്തുക്കളിൽ ഇഡലിയുണ്ട്, സാമ്പാറുണ്ട്, ഇലയുടെയുണ്ട്, പഴംപൊരിയുണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് കേട്ടവർ, അതായത് പ്രത്യേകിച്ച് CPമാർ എന്ത് തള്ളുന്നത്, ഇതെന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ഈ നമ്മുടെ MV ഗോവിന്ദന്റെ പഴയ അപ്പം പ്രയോഗത്തിനായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് MV ഗോവിന്ദന്റെ അപ്പം പ്രയോഗം എന്താ പറഞ്ഞത് എന്താണെന്നുള്ള ഗോവിന്ദന് മനസ്സിലായിട്ടില്ല, കേട്ടാൽ നമുക്ക് മനസ്സിലായിട്ടില്ല. അതെ, കൂറ്റനാട്ടിൽ നിന്ന് അപ്പം കൊണ്ട് വണ്ടി കയറി വരുന്നു, വണ്ടിക്ക് തിരിച്ചു പോകുന്നു, വേറെന്തോ ഇതെന്നൊക്കെ പറയും. നമുക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല, കൂറ്റനാടെന്ന് മാത്രം മനസ്സിലായി. പക്ഷേ ഇവിടെ സതീശൻ പറഞ്ഞിരിക്കുന്ന ഈ ഫുഡൊക്കെ അയക്കാന്ന് പറഞ്ഞപ്പം ഈ സാമ്പാറൊക്കെ എങ്ങനെ കയറ്റി അയക്കുന്നൊക്കെ ഉള്ള ചോദ്യം, അതാണ് ഇവരിൽ പലർക്കും ഇതിനെ സാമ്പാർ പൊളിച്ചു പോകില്ലേ, ചീത്തയാവൂലേ, ആരാന്നൊക്കെ ചോദിച്ചോണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫുഡ് കയറ്റി അയക്കാൻ കഴിയുന്നുണ്ട്, ഇവിടെ ആൾറെഡി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ നമ്മുടെ ഇവിടുത്തെ പല പ്രമുഖ ബ്രാൻഡുകളും നിലവിൽ ഇത്തരത്തിൽ അത് അവരെ പ്രത്യേകം ശാസ്ത്രീയമായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടാണ് പ്രോസസ് ചെയ്ത് 18 ഡിഗ്രി സെൽഷ്യസിലോ മറ്റോ താഴെ അത് അങ്ങനെ തണുപ്പിൽ സൂക്ഷിച്ച് അത് അങ്ങനെ തന്നെ അത് പാക്ക് ചെയ്തുകൊണ്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. പിന്നീട് അതിനെ മറ്റു രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്താണ് ഈ സാധനം ഈ പറയുന്ന രീതിയിലെല്ലാം തന്നെ ഫുഡ് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ചിലപ്പോൾ പിണറായി വിജയൻ അമേരിക്കയിൽ പോയപ്പോൾ കഴിച്ച നെയ്മീൻ കറിയൊക്കെ ഇവിടെ ഇതുപോലെ കൊടുത്തേച്ച സാധനമായിരിക്കും, ഇതൊക്കെ അറിഞ്ഞിടന്നേ ഉള്ളൂ. അതെ, ഇത്തരത്തിൽ നിലവിൽ ഇങ്ങനത്തെ ഈ സാമ്പാറൊക്കെ നിലവിൽ ഇത്തരത്തിൽ പാക്കറ്റായിട്ട് വരുന്നതുണ്ട് നിലവിൽ. ഇത് മനസ്സിലാകാതെയാണ് ഈ പറയുന്ന അപ്പം ഗോവിന്ദന്റെ അന്നത്തെ കോമാളി പരാമർശം ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇവർ പറയുന്നത്. ഇത് വളരെ വിചിത്രവും രസകരമാണ്. ഇത്രയും പൊട്ടന്മാരാണല്ലോ ഈ രാജ്യത്തുള്ള ഈ അന്തം കമ്മിയാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു ധാരണ വേണ്ട. വിവരമുള്ള ആരുടെ വിളിച്ചെങ്കിലും ചോദിക്കണം, ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? ഗൾഫിൽ എത്രയോ പേരെ പഴയ സഹാക്കളുണ്ട്. അല്ല, ഒന്നും വേണ്ട, നിസ്സാരമായിട്ടൊന്ന് ഗൂഗിളിൽ ഒന്ന് മനസ്സിരുത്തി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അതിന്റെ സാധ്യതകൾ പരമാവധി മനസ്സിലാവും. അത്തരത്തില് ഈ കയറ്റി അയക്കുന്നത്, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കതിന് അത്ഭുതം തോന്നി. ഇതൊക്കെ അയക്കാൻ കഴിയുമെന്ന് ഈ പറയുന്ന പോലെ പഴംപൊരി, ഉണ്ടംപൊരി, കൊഴുക്കട്ട, അങ്ങനെ ഒരു വിഭവങ്ങളെല്ലാം തന്നെ. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് അതേപടി കയറ്റി അയക്കല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ നിലവിലുള്ളൂ. അത് കൃത്യമായി പ്രോസസ്സ് ചെയ്ത് ഈ പറഞ്ഞതുപോലെ തണുപ്പിലൊക്കെ സൂക്ഷിച്ച് ഒരു കുഴപ്പമില്ല, രുചിക്കൊന്നും ഒരു കേടും സംഭവിക്കാതെ വിദേശത്തെത്തുന്നുണ്ട്. നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ ഇവിടെ നിന്ന് ചീത്തയ ഭക്ഷണമാണ് കൊണ്ടുപോയി അവർ ദൂരെ അറിയും. അതെ, പക്ഷേ അങ്ങനെ അല്ലാതെ നമ്മളിവിടെ നിന്ന് നമ്മൾ അണ്ടിപ്പരിപ്പും ചെമ്മീനും ഒക്കെ കയറ്റുമതി ചെയ്യുമ്പോൾ പോലും അതിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. മാത്രമല്ല, നമ്മൾ ഈ ഫുഡുകൾ ഇവിടുന്ന് കയറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്യുന്നതിന് ഒരു സമയമുണ്ട്, പാക്ക് ചെയ്ത് നമ്മുടെ ഷിപ്പിൽ ഈ കണ്ടെയ്നറിൽ ഇരിക്കുന്നതിലൊരു സമയമുണ്ട്, ഇത് പിന്നെ മുമ്പോട്ട് എന്താണ് യാത്രയിൽ ഒരു സമയമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ സാധനം മാർക്കറ്റിൽ വരുന്നത്. മാർക്കറ്റിൽ വന്നും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ആളുകൾ വാങ്ങാൻ വരുന്നത്. അപ്പം അത്രയും കാലം ഇത് നിലനിൽക്കുന്നതൊക്കെ രീതിയിലുള്ള ടെക്നോളജിയും അത്തരത്തിൽ നമ്മുടെ എന്താണ് സാങ്കേതികവിദ്യ എല്ലാം വളർന്ന് അത്രത്തോളം അപ്ഡേറ്റഡ് ആണ്. ഇത് ഈ സാങ്കേതികവിദ്യ വളർന്നത് നമ്മുടെ ഇവിടുത്തെ സഖാക്കൾക്ക് അറിയാതെ പോയ ഒരു കുഴപ്പത്തിന്. എന്താ പറയുക, ഇവിടെ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ഉപദേശം കൊടുക്കുന്ന ആൾ കയറുവരി വിദഗ്ധനാണ്, കയറുവരി ശാസ്ത്രജ്ഞനാണ്. പൊതുവെ ഇത്തരം കാര്യങ്ങൾ ആധികാരികം പറഞ്ഞു ജെമിനിയോട് ആധികാരികമായി വിവരം ചോദിക്കുന്നു. അദ്ദേഹം ജെമിനിയുമായിട്ടൊക്കെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സൗഹൃദമുള്ളത്. നമുക്ക് ഓർമ്മയുണ്ട്, നരേന്ദ്രമോദി ഈ നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇനി ഇവിടുത്തെ മാടക്കടകളും തട്ടുകടകളിലുള്ള പാവപ്പെട്ട കച്ചവടക്കാർ എന്ത് ചെയ്യും പൈസ ഇല്ലാതെന്നാണ്. റോഡ് സൈഡിൽ പച്ചക്കറി പഴങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന അമ്മമാർ പോലും, പ്രായമായ അമ്മമാർ പോലും അവരുടെ മുന്നിൽ ഇരിപ്പുണ്ട്, നമുക്ക് സ്കാൻ ചെയ്യാനുള്ള സംവിധാനം. അതെ, ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പം നമ്മൾ ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ
നമുക്ക് അതിന് നിസ്സാരമായിട്ട് വളരെ എളുപ്പത്തിന് എല്ലാവർക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യം മീൻ പാക്ക് ഈ പറഞ്ഞ പോലെ ടേസ്റ്റി നിപ്പിൾസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അവരുടെ 2 വർഷത്തോളം വരെ ഇരിക്കുന്ന ഒരു ഒരു മീൻ വിഭവത്തിന്റെ പാക്ക് ഞാൻ അത് കുറച്ച് മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരം തപ്പിയപ്പോൾ കണ്ടതാണ്. അതുപോലെ നമുക്കറിയാത്ത ഒരുപാട് വസ്തുക്കൾ ഇത്തരത്തിൽ കയറ്റി അയക്കാൻ തരത്തിൽ ഫുഡുകൾ കയറ്റി അയക്കാൻ സാധിക്കും. ഇവരൊന്നും അതിനെക്കുറിച്ച് ആധികാരികമായി ഒന്ന് മനസ്സിലാക്കിയിട്ട് സതീഷിനെ ട്രോളാൻ വാ എന്ന അതിനകത്ത് മറുപടി അല്ല, ഇത് അരവിന്ദൻ സംവിധാനം ചെയ്ത ഒരിടത്ത് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഒരു ഗ്രാമത്തിൽ വൈദ്യുതി എത്തുമ്പോൾ അവിടെ സംഭവിക്കുന്ന 50കളിൽ എത്തുന്ന ഒരു മാറ്റങ്ങളാണ് സിനിമയിൽ പറയുന്നത്. അപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു സഖാവുണ്ട്, ഒരു ടൈലറാണ് അദ്ദേഹം, നമ്മുടെ കൃഷ്ണൻകുട്ടിയാരാണ് കഥാപാത്രം, ടൈലർ സഖാവാണ്. ഇയാൾ ആ നാട്ടിൽ പറഞ്ഞ പുരോഗമനകരമായ എല്ലാ കാര്യങ്ങളും ഇയാൾ അട്ടിമറിക്കാൻ നോക്കും. മാത്രമല്ല ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ലോകത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ഇയാൾ അവിടെ കൈ തുന്നയിക്കാൻ വരുന്ന ഒരു പ്രായമായ സ്ത്രീയുടെ അടുത്ത് ഇയാൾ പറയുന്ന കാര്യം, അന്ന് സോവിയറ്റ് യൂണിയനുള്ള കാലമാണല്ലോ, 50s. അപ്പം സോവിയറ്റ് യൂണിയൻ ഒരു കുട്ടി ജനിച്ചാൽ അതിനാവശ്യമുള്ള വൈദ്യുതി അന്ന് തന്നെ അതിൻ്റെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതാണ്. ഇത് കേട്ട് അപ്പോൾ ഈ മാതിരിയായിരുന്നു ഈ 50 60 തന്നെ ഈ ആശാന്മാർ ഈ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ച് നമ്മളകത്ത് പറഞ്ഞിരുന്നത്. റഷ്യ, റുമേനിയയിലേക്ക് നോക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ സ്വർണം ഇങ്ങനെ ആളെടുത്ത് കലക്കി കുടിച്ചുകൊണ്ടിരിക്കണം. അവസാനം അവിടുത്തെ ഏകാധിപതി ചൗഷസ്കിനെ നാട്ടുകാർ ചവിട്ടിക്കൂട്ടി കൊന്നു കഴിഞ്ഞപ്പോൾ അയാളെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ ക്ലോസറ്റ് വരെ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ആരും റുമേനിയയിലോട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ടില്ല. കിഴക്കൻ ജർമ്മനി മതിൽ കെട്ടി മനുഷ്യരെ ഉണ്ടാക്കിയത്, കിഴക്കൻ ജർമ്മനി, പടിഞ്ഞാറൻ ജർമ്മനി. ഇതെല്ലാം മാറ്റി ഒരു കാലം വന്നു. റഷ്യയിൽ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കൊക്കെ വന്നു, എല്ലാം തകർന്ന് തരിപ്പണമായി. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് ജനങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യം. ഈ സഹാക്കന്മാർക്ക് ഇവർക്ക് നേരം വെളുത്തിട്ടില്ല, ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അതെ, ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഴിഞ്ഞത്തെ ആദ്യ കയറ്റുമതി ചെയ്യുന്ന നിലമേൽ എക്സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിന്റെ CEO തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വസ്തുക്കൾ കയറ്റി അയക്കാമെന്ന് ഒരു മാധ്യമത്തിന് അദ്ദേഹം വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതും പ്രകാരം അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ ആദ്യ കയറ്റുമതിയിൽ ഉൾപ്പെടുന്നത് ഏത്തക്ക ചിപ്സ്, മിക്സ്ചർ, കപ്പ ചിപ്സ്, പുട്ടുപൊടി, ചക്ക ചിപ്സ്, മറയൂർ ശർക്കര, എള്ളുണ്ട എന്നിവയൊക്കെയാണ് ഉള്ളത്. പിന്നീട് അതിന് ബാക്കിയായിട്ട് കേരള സദ്യ, മസാല ദോശ, അവിയൽ, കറികൾ, ഇഡലി, സാമ്പാർ, ഇത്രയും സാധനം. അതായത് സതീശനുള്ള കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞത്, തള്ളി. അപ്പം എന്താ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, VD സതീശൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ പൊക്കി പറയുക എന്ന് പറയുന്നതിനേക്കാൾ ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം കാര്യങ്ങളെ പഠിച്ചിട്ടാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. സതീശൻ ഒരു കാര്യം പറയുമ്പോൾ നിയമസഭ പ്രസംഗിക്കുന്നതായാലും പുറത്ത് പ്രസംഗിച്ചാലും പത്രസമ്മേളനത്തിനായാലും പഠിച്ചിട്ട് വരും. ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ട് വരും. അല്ല വല്ലവനും എഴുതി കൊടുക്കണം നോക്കി കടലാസ് നോക്കി സ്വന്തം ശിങ്കിടികളെ കൊണ്ട് 2 ചോദ്യം ചോദിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നതല്ല. സതീശൻ പഠിച്ചിട്ടാണ്, സതീശന് വിദ്യാഭ്യാസം വിവരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ ഇത്തരം വിഭവങ്ങൾ കയറ്റി അയക്കും എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും ഇനിയും സംശയം ഉണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ട ഈ കമ്മികൾ ബന്ധപ്പെട്ട ആളുകളോട് നിലവിലെ എക്സ്പോർട്സ് ഇപ്പോൾ ചോദിച്ചാൽ മതി. അതെ, അത് നമ്മുടെ നാട്ടിലെ സ്ഥാപനമാണല്ലോ. സഹകന്മാർ അവിടെയൊക്കെ ഉണ്ടല്ലോ. അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഹാവിനെ നേരത്തെ ഒരു സംഘം ചെന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇത് വിഴിഞ്ഞത്തേക്ക് സാമ്പാറും പുളിശ്ശേരി കയറ്റുമതി എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുമല്ലോ. അതിൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത് ഈ MV ഗോവിന്ദിന്റെ അപ്പം. അത് നമ്മൾ എന്താണ് ഈ ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു ഉപമയാണ് അന്ന് MV ഗോവിന്ദൻ നടത്തിയത്. അതിനെയാണ് ഇവിടെ ഈ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. അതും ലോകത്തിലെങ്ങും ഇല്ലാത്തൊരു ഉപമയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് എന്ത് ലോജിക്കാണ് അതിൽ? അല്ല, അത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ കുറിച്ച് പത്തനംതിട്ടയിലെ ഒരു ജില്ലാ നേതാവ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ചുമരിച്ച ചാന്ന്. ആ പാട്ടിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. അതേ അവസ്ഥ തന്നെയാണ് ഇയാളെ പ്രസംഗം കേട്ടായിരുന്നു. അത് തന്നെയാണ് കാര്യം. ഇവർക്ക് ഈ ഒന്നാം കാര്യം അടികൊണ്ട് വീണതിൻ്റെ ക്ഷീണം ഇന്നും മാറിയിട്ടില്ല. ജനങ്ങൾ കൊടുത്ത തൊഴിലുണ്ടല്ലോ, അത് അവിടെ താഴെ വീണ് കിടക്കണം. അവിടെ നിന്നിട്ട് അതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അപ്പോൾ VD സതീശൻ എന്ത് ചെയ്താലും അതിനെ കുറ്റം പറയുക. ഇഷ്ടമല്ല തച്ച് തൊട്ടെല്ലാം കുറ്റം എന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ ഇറങ്ങിയാണ്. പക്ഷേ ഇത് ജനങ്ങളെ മുമ്പ് ഇത് നമ്മുടെ നാട്ടിലെ വലിയൊരു തലമുറയുണ്ട്, വിദ്യാഭ്യാസം വിവരമുള്ള ഒരു പുതിയ തലമുറ. അവർക്കിതൊക്കെ അറിയാം. അവരുടെ വിരൽ തമ്മിലാണ്. അവർക്ക് ഇങ്ങനെ പൊട്ടത്തനെ വിളിച്ച് പറയുമ്പോൾ അവർക്കൊന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് ഇവിടുന്ന് സാമ്പാറും അവിയലും ഒക്കെ എങ്ങനെ കയറ്റുമതി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാവും. ഇത്രയും ദിവസം എടുത്താണ് കപ്പൽ ഇത് അവിടെ എത്തുന്നത്. ഒരു കുഴപ്പമില്ല, കേടും കൂടാതെ അവിടെ ഇരിക്കും എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ഇത്തരം പാക്കറ്റുകൾ കണ്ടിട്ടില്ലാത്തതിൻ്റെ ഒരു കുറവാണ് അതിൽ പ്രധാനമായിട്ട്. ഇപ്പം നമുക്കൊക്കെ പണ്ട് ചിന്തിക്കാൻ കഴിയുമായിരുന്നു ഒരു പാല് ഒരു ദിവസത്തിനപ്പുറത്തേക്ക് ഇരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമായിരുന്നു. ഇല്ല. പക്ഷെ ഇപ്പോൾ 3 മാസം വരെയൊക്കെ പാക്കറ്റ് ഇരിക്കാവുന്ന പാക്കറ്റുകൾ ഇറങ്ങുന്നുണ്ടല്ലോ. നമ്മുടെ ഗുഡ് ലൈഫിന്റെ ഒക്കെ പാല് അതിന്റെ ഒരു ഉദാഹരണം. അത് നമ്മൾ പണ്ട് കാലത്ത് അതൊന്നും ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എൻ്റെ കുട്ടിക്കാലത്താണ് ഞാൻ 7ാം കടലക്കരെ എന്ന് പറഞ്ഞ സിനിമ കണ്ടത്. IVC സംവിധാനിച്ച സിനിമ, അമേരിക്കയിൽ വെച്ച് ആദ്യം ചിത്രീകരിച്ച മലയാള സിനിമ. എൻ്റെ നിർമ്മാതാവ് NG ജോൺ, ജിയോ കുട്ടപ്പൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം അന്തരിച്ചിരുന്നു. അപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അതിലൊരു കഥാപാത്രം വന്നിട്ട് ടീ മേക്കറാണെന്ന് നമുക്ക് പിന്നാണ് മനസ്സിലായത്. അവരിങ്ങനെ ഒരു ഗ്ലാസ് കൊണ്ട് വെച്ചിട്ട് അതെല്ലാം അമർത്തുന്നു, ചായ എടുത്ത് കുടിക്കുന്നു, കുടിച്ചോണ്ട് പോവുകയാണ്. അപ്പം ഞാൻ അത്ഭുതത്തോടെ നോക്കുകയാണ്, ഇതെന്ത് സാധനം?
ഒരു യന്ത്രത്തിൽ അമർത്തുമ്പോൾ ചായ കുടിക്കുന്നു വന്നിട്ട്. എന്നാൽ പിൽക്കാലം നമ്മുടെ നാട്ടിൽ ടീ മേക്കർ, ഇത് കോഫി മേക്കറൊക്കെ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ ഈ സാധനം വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുണ്ടെന്ന്. പക്ഷെ നമുക്കിവിടെ വരുന്നതിന് എത്രയോ പതിറ്റാണ്ട് മുമ്പ് അവിടെ ഈ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഈ സാക്കള് ഈ പിന്നെ പിണറായി കുടുംബം സകല വിദേശ രാജ്യത്തും പോയി കറങ്ങി നടക്കുമ്പോഴേ വിളിച്ച് അനുയായികളെ പൊട്ടന്മാരെടുത്തെങ്കിലും പറഞ്ഞു കൊടുക്കണം, എടാ മണ്ടന്മാരെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള പരിപാടി തന്നെയാണ്, ഇത് കയറ്റുമതി ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ ഈ പൊട്ടക്കണ്ണിലെ തവള കണക്കിന് നമ്മുടെയൊക്കെ ചുറ്റുമുള്ളതാണ് ലോകം എന്നുള്ളൊരു ധാരണയിലാണ് ഇത്തരം വിഡിതരങ്ങൾ വിളിച്ചു കൂവുന്നത്. അപ്പോൾ ഇത് ഒന്ന് ഇനിയെങ്കിലും ഈ പറയുന്ന ഇവർ സതീശന്റെ പുറകെ നടന്ന് അദ്ദേഹത്തിന്റെ ഓരോ വാക്കിൽ നിന്ന് കിട്ടുന്നത് തികയുന്നതിന് പകരം കുറച്ചും കൂടി അവരവരുടെ നില മെച്ചപ്പെടുത്തുക. സതീശനെ പിടിക്കാൻ നോക്കി അവർക്ക് സ്വയം പണി കിട്ടും, അത്രേ ഉള്ളൂ. എല്ലാം തിരിച്ചിക്കൊണ്ടൊന്ന് അടിക്കുകയാണ്. നിയമസഭയിൽ പോലും ഗതികെട്ട് കെ എൻ ബാലഗോപാലൻ പറയേണ്ടുന്നില്ലേ പിണറായിയുടെ അടുത്ത് വായം പൊട്ടിയിരിക്കാതെ വല്ല എണീറ്റ് പറയുക എന്നങ്ങോട്ട് പറയേണ്ടതെന്നില്ലേ? അതാണ് അവസ്ഥ അവർക്ക്. ഏതായാലും ഒരു കാര്യം തന്നെ, പാർട്ടി സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ ഇത്തരം കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തണം. ഈ വരട്ട് താത്വികന്മാരെ വിളിച്ചിട്ട് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ ഈ പാർട്ടി തത്വങ്ങൾ, ആ തത്വങ്ങൾ കാലഹരണപ്പെട്ടാണ്. മാർക്സ് ആംഗൽസ് ഒക്കെ ജീവിച്ചിരുന്ന കാലമല്ല ഇന്ന്. അവരുടെ തത്വങ്ങൾ ഞാൻ മാർക്സിയ സൗന്ദര്യ ശാസ്ത്രം എന്ന് പറഞ്ഞു വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഈ കാലഹരണപ്പെട്ട ആശയങ്ങളൊക്കെ മാറ്റി ഇനി ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കണം. അവിടെ EMS പഠന കേന്ദ്രം ഉണ്ടല്ലോ, അവിടെ വരുമ്പം അക്കാഡമിയിൽ EMS അക്കാഡമിയിൽ ചെല്ലുമ്പോൾ ഈ എങ്ങനെ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ആധുനിക ജീവിത രീതികളെക്കുറിച്ച്, സാങ്കേതികമായി നമ്മളെങ്ങനെ വളർന്നു എന്നൊക്കെയുള്ള വിദഗ്ധന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്നിട്ട് വേണം ഇത്തരം പൊട്ടത്തനങ്ങൾ വിളിച്ചു പറയാൻ.